my dear students. Kerala syllabus Standard 4 Environmental Science Part 2 Chapter 7 As Stone as Wind എന്ന ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ തിരഞ്ഞെടുത്തതിനായി ഞാൻ നന്ദി അർപ്പിക്കുന്നു. So welcome to my channel, your classroom at 2310. Let's start. Chapter 7 As Stone as Wind. Amal and his friends are watering the school garden. അമലും അവൻ്റെ ഫ്രണ്ട്സും സ്കൂൾ ഗാർഡൻ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അമൽ immersed a big cup into a bucket full of water. അമൽ എന്ത് ചെയ്ത്, ഒരു ബക്കറ്റ് നിറയെ വെള്ളം ഉണ്ടായിരുന്നു, അതിലേക്ക് ഒരു മഗ് എടുത്ത് വെള്ളം കോരാനായിട്ട് അതിലേക്ക് അങ്ങോട്ട് ആഴ്ത്തി. ദ വാട്ടർ സ്പിൽഡ് ഓവർ. അപ്പോൾ കുറച്ച് വെള്ളം അങ്ങോട്ട് മറിഞ്ഞുപോയി. സ്പിൽഡ്, മറിഞ്ഞു പോവാം. അപ്പോൾ ശ്രേയ ഇത് കണ്ടിട്ട് ചോദിക്കുക, വാട്ട് ഈസ് ദിസ്? എന്താ നീ ചെയ്യുന്നത്? ഡോണ്ട് യു നോ ദാറ്റ് വി ഷുഡ് നോട്ട് വേസ്റ്റ് ഈവൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ? നിനക്ക് അറിയില്ലേ, നമ്മൾ വെള്ളം ഒരു ഡ്രോപ്പ് പോലും വേസ്റ്റ് ആക്കി കളയരുത്. അപ്പോൾ അമൽ എന്താ പറഞ്ഞറിയോ, ഐ ഡിഡ്ന്റ് വേസ്റ്റ് വാട്ടർ. ഞാൻ വെള്ളമൊന്നും നശിപ്പിച്ചിട്ടില്ല, വേസ്റ്റ് ആക്കിയിട്ടില്ല. ദ വാട്ടർ ഓവർഫ്ലോഡ് വെൻ ഐ ഡിപ്ഡ് ദ കപ്പ്. അപ്പോൾ എന്താ പറ്റിയത്, ഞാൻ ഈ കപ്പ് അങ്ങോട്ട് ഡിപ്പ് ചെയ്തു, അങ്ങനെ അതിലേക്ക് ഇട്ടപ്പോൾ വെള്ളം അങ്ങോട്ട് മറിഞ്ഞു. അപ്പോൾ ശ്രേയ പറഞ്ഞു, ഓ ഇസ് ഇറ്റ് സോ? അങ്ങനെയാണോ? ഓക്കെ, വൈ ഡസ് വാട്ടർ സ്പിൽ ഓവർ ലൈക്ക് ദിസ്? അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ മറയുന്നത്? ലെറ്റ് us ഫൈൻഡ് ഔട്ട്. നമുക്ക് അത് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ ചെയ്തത്, ഇവിടെ അമലും സുബിൻ ആൻഡ് ശ്രേയ മൂന്നാളും കൂടെ ആർ നൗ ഗോയിങ് ടു കണ്ടക്ട് ദ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അവരൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ദേ ഹാവ് ടേക്കൺ എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. അപ്പോൾ ഒരു ബക്കറ്റ് നിറയെ വെള്ളം എടുത്തു. എ ബ്രിക്ക്, പിന്നെ ഒരു ഇഷ്ടിക എടുത്തു. എ സ്റ്റോൺ എടുത്തു. എ പീസ് ഓഫ് വുഡ് എടുത്തു. ആൻഡ് ആൻ അയൺ പീസ്, ഒരു ഇരുമ്പിൻ്റെ കഷ്ണം എടുത്തു. ലീന കംസ് ദെയർ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്താണ് ലീന അവിടേക്ക് വരുന്നത്. ഷീ ആസ്ക്ഡ് ഈഗർലി. അവൾ ആകാംക്ഷയോടെ ചോദിച്ചു, വാട്ട് ആർ യു ഓൾ ഗോയിങ് ടു ഡു? നിങ്ങളെല്ലാവരും എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ലീനേൻ്റെ ചോദ്യം കേട്ടിട്ട് സുബിൻ ഒരു കാര്യം പറഞ്ഞു. വി ആർ ഡ്രോപ്പിംഗ് ഈച്ച് ഓഫ് ദീസ് ഓബ്ജക്ട്സ് ഇൻ ടു ദ വാട്ടർ ഇൻ ദ ബക്കറ്റ്. അപ്പം നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ ഓബ്ജക്റ്റും ഈ ബക്കറ്റിലേക്ക് ഇടും. വെൻ വി ഡ്രോപ്പ് എനി ഓബ്ജക്റ്റ് ഇൻ ടു എ കണ്ടെയ്നർ ഫുൾ ഓഫ് വാട്ടർ, ദ വാട്ടർ സ്പിൽസ് ഓവർ. അപ്പം നമ്മൾ ഒരു കണ്ടെയ്നറിൽ നിറയെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഏതൊരു ഓബ്ജക്റ്റ് ഇടുകയാണെങ്കിലും കുറച്ച് വെള്ളം സ്പിൽ ചെയ്ത് പോകും, ഓവർഫ്ലോ ചെയ്ത് മറിഞ്ഞു പോകും. അമൽ പറഞ്ഞു, ലീന ക്യാൻ യു ഗെസ് വിച്ച് ഓഫ് ദീസ് ഓബ്ജക്ട്സ് വെൻ ഇമേഴ്സ്ഡ് വിൽ മേക്ക് ദ മാക്സിമം ഓവർഫ്ലോ ഓഫ് വാട്ടർ? അപ്പം അമലി ലീനയോട് ഒരു ചോദ്യം ചോദിച്ച്, നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഓബ്ജക്ട്സിൽ ഏത് ഓബ്ജക്റ്റ് ഇടുമ്പോഴാണ് കൂടുതൽ വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോകുക? നൗ ക്യാൻ യു മേക്ക് എ ഗസ്? നമ്മളോടും ഒരു ഗസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഡു ദ ഫോളോയിങ് എക്സ്പെരിമെൻറ്റ് ആൻഡ് നോട്ട് ഡൗൺ യുവർ ഫൈൻഡിങ്സ്. അപ്പം നമ്മളോട് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അതിൽ കാണുന്ന രീതികൾ എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങളെ ഡയറിയിൽ എഴുതാൻ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നത്, ഓൾ ഓബ്ജക്ട്സ് ഓക്യുപ്പൈ സ്പേസ്. എല്ലാ ഓബ്ജക്ട്സിനും സ്പേസ് വേണം. വാട്ട് അബൌട്ട് ഓബ്ജക്ട്സ് ഓഫ് ഗ്രേറ്റർ സൈസ്? അപ്പോൾ ഓബ്ജക്ട്സ് വലിയ സൈസ് ആണെങ്കിലോ അതിന് എത്രമാത്രം സ്പേസ് വേണ്ടി വരും നമുക്ക് ഊഹിക്കാം. ഓബ്ജക്ട്സ് വിത്ത് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ദോസ് വിത്തൗട്ട് ഷേപ്പ്. അപ്പം ഒരു നിശ്ചിതമായ ഷേപ്പുള്ള ഓബ്ജക്ട്സും ഉണ്ട്, ഷേപ്പ് ഇല്ലാത്ത ഓബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻ്റ് പോലെ നമുക്ക് എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കാം. ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് ടംബ്ലർ. ഒരു ഗ്ലാസിൻ്റെ ടംബ്ലറിൽ വെള്ളം എടുക്കാനാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ വാട്ടർ നൗ? ഇപ്പോൾ വെള്ളത്തിൻ്റെ ഷേപ്പ് എന്താണ്? നൗ പോർ ദിസ് വാട്ടർ ഇൻ ടു എ വെസൽസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്. ഈ വെള്ളം പല പല ഷേപ്പുള്ള കണ്ടെയ്നേഴ്സിലേക്ക് ഒഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾ ചെയ്യുന്നത് കണ്ടോ, ഒരു കുട്ടി ഒരു ബോട്ടിൽ ഒഴിക്കുന്നു, ഒരു കുട്ടി ഒരു ഗൂജ പോലത്തെ കണ്ടെയ്നറിൽ ഒഴിക്കുന്നു, വേറൊരു കുട്ടി ഒരു പ്ലേറ്റിലേക്ക് ഒഴിക്കുന്നു. ഓക്കെ, ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് വാട്ടർ? അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഷേപ്പിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിൻ്റെ റീസൺ എന്താണ്? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, വാട്ടർ ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. വെള്ളത്തിനൊരു പ്രത്യേക ഷേപ്പ് ഇല്ല. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ വെസൽ ഇൻ വിച്ച് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ്. അപ്പം വെള്ളം ഏത് കണ്ടെയ്നറിലേക്കാണോ ഒഴിക്കുന്നത് അതിൻ്റെ ഷേപ്പിലേക്കാണ് ഈ വെള്ളം മാറുക. ഓക്കെ, ബട്ട് വാട്ട് അബൌട്ട് എ സ്റ്റോൺ? അങ്ങനെയാണെങ്കിൽ ഒരു കല്ലോ? ഇൻ പേജ് 73 യു നോ ദാറ്റ് വി ക്യാൻ പോർ വാട്ടർ ഇൻ ടു എ ബോട്ടിൽ. നിങ്ങൾക്കറിയാം വെള്ളം നിങ്ങൾക്കൊരു കുപ്പിയിലേക്ക് ഒഴിക്കാൻ പറ്റും. ബട്ട് ക്യാൻ യു പുട്ട് എ സ്റ്റോൺ വിച്ച് ഈസ് ബിഗർ ദാൻ ദ മൗത്ത് ഓഫ് എ ബോട്ടിൽ ഇൻ ടു ദാറ്റ് ബോട്ടിൽ? ഇപ്പം നിങ്ങൾക്കൊരു കല്ല് തരികയാണ്, എന്നിട്ട് ആ കല്ല് ഒരു ബോട്ടിലേക്ക് ഇടാൻ പറയാണ്. പക്ഷേ ആ കല്ല്
ആ ബോട്ടിലിൻ്റെ വായനക്കാട്ടും വലുതാണ്. നിങ്ങൾക്കത് അതിൻ്റെ ഇടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? സ്റ്റോൺ ഹാസ് ഷേപ്പ് ആൻഡ് സൈസ്. അപ്പോൾ കല്ലിന് ഒരു നിശ്ചിത ഷേപ്പുമുണ്ട്, സൈസുമുണ്ട്. മെഷറിംഗ് വെയ്റ്റ്. വേ യോ സ്കൂൾ ബാഗ്. നിങ്ങൾ സ്കൂൾ ബാഗിൻ്റെ വെയ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. മെഷർ ദ വെയ്റ്റ് ഓഫ് യുവർ വാട്ടർ ബോട്ടിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫില്ലിംഗ് ഇറ്റ് വിത്ത് വാട്ടർ. അപ്പോൾ അത് നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന വാട്ടർ ബോട്ടിലിൻ്റെ വെയ്റ്റ് വെള്ളം നിറയ്ക്കുന്നതിന് മുന്നേയും അതിന് ശേഷവും ചെക്ക് ചെയ്യുക. വാട്ട് ഡിഫറൻസ് ഡിഡ് യു നോട്ടീസ്? എന്താണ് ഡിഫറൻസ് നിങ്ങൾ നോട്ടീസ് ചെയ്തത്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഓൾ ഓബ്ജക്ട്സ് ഹാവ് വെയ്റ്റ്. എല്ലാ ഓബ്ജക്റ്റിനും വെയ്റ്റ് ഉണ്ട്. അതായത് കാലി ബോട്ടിൽ ചെക്ക് ചെയ്തു, ഒരു വെയ്റ്റ് കിട്ടി. അതിൽ വെള്ളം നിറച്ചു, ചെക്ക് ചെയ്തു, ഒരു വെയ്റ്റ് കിട്ടി. അപ്പോൾ ആദ്യം കിട്ടിയത് കാലി ബോട്ടിൽ മാത്രം വെയ്റ്റ്. രണ്ടാമത് കിട്ടിയത് ബോട്ടിലിൻ്റെയും അതിലൊഴിച്ച വെള്ളത്തിൻ്റെയും കൂടെയുള്ള വെയ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് സെപ്പറേറ്റ് വെള്ളത്തിൻ്റെ വെയിറ്റും കിട്ടും, ബോട്ടിലിൻ്റെ വെയിറ്റും കിട്ടും. നൗ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ദ ബക്കറ്റ് ആൻഡ് ദ പോട്ട് ഇൻ ദ സെയിം വേ. അപ്പോൾ ഇവിടെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, ഒരു പോട്ടിലും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ഇവിടെ കണ്ടുപിടിച്ച പോലെ നിങ്ങൾ ഇതും കണ്ടുപിടിക്കുക. ശക്തിമാൻ. ലുക്ക് അറ്റ് ദ പിക്ചർ. അപ്പോൾ ഇവിടുത്തെ ഈ പിക്ചർ നോക്കാൻ പറയുന്നുണ്ട്. വാട്ട് മേക്സ് ദ വാട്ടർ വീൽ ടേൺ അറൗണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ വീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടോയിൻ്റെ 2 വീലും അതിൻ്റെ നടുക്ക് കുറച്ച് പ്ലാസ്റ്റിക് സ്പൂൺസൊക്കെ വെച്ചിട്ട് ഒരു വാട്ടർ വീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഒരു സ്റ്റെം ഉണ്ട്. ആ സ്റ്റെമ്മ് 2 കയ്യിൽ അപ്പുറം വെച്ചിട്ട് ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകുമ്പോൾ അതിൽ പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീൽ ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇതെന്താണ് ഇവിടെ ചോദിക്കുന്നത്? വാട്ട് മേക്സ് ദ വാട്ടർ വീൽ ടേൺ അറൗണ്ട്. അപ്പോൾ എന്താണ് ഈ വീല് കറങ്ങാനുള്ള കാരണം? ഇവിടെ പറയുന്നത് എന്താ? ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ. അപ്പം ഒഴുകുന്ന വെള്ളത്തിന് പവർ ഉണ്ട്. അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പേജ് 74 എന്താ പറയുന്നത് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ഫ്ലോ ലൈക്ക് വാട്ടർ, കളർ ദം. അപ്പോൾ ഇവിടെ വെള്ളം നടുക്ക് കൊടുത്തിട്ടുണ്ട്. വെള്ളം പോലെ ഒഴുകുന്ന മറ്റ് കാര്യങ്ങൾ ഇവിടെ ചുറ്റും കൊടുത്തിട്ടുള്ള ഏതാ നോക്കിയിട്ട് അത് കളർ ചെയ്യാം. ഇവിടെ മിൽക്ക് ഓക്കെയാണ്, പെട്രോൾ ഓക്കെയാണ്, കെറോസിൻ ഓക്കെയാണ്, സ്റ്റോണ് സ്മോക്ക് അല്ല, കോക്കനട്ട് ഓയിൽ ഓക്കെയാണ്, പെന്ന് അല്ല, ഡീസൽ ഓക്കെയാണ്, റൈസ് അല്ല. അപ്പോൾ ഏതൊക്കെ കളർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വാട്ടർ ആൻഡ് ഫ്രണ്ട്സ് സിമിലർ ടു ഇറ്റ് ആർ ലിക്വിഡ്സ്. അപ്പം വെള്ളവും അതിൻ്റെ ചങ്ങാതിമാരും, അതായത് വെള്ളം പോലെ ഉള്ള എല്ലാം ദ്രാവകങ്ങളാണ്. നൗ ഫൈൻഡ് ഔട്ട് അതർ ലിക്വിഡ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ കോമൺ പ്രോപ്പർട്ടീസ്. ഇനി മറ്റുള്ള ദ്രാവകങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ പൊതുവായിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനാണ് പറയുന്നത്. ചേഞ്ചിങ് സ്റ്റേറ്റ്. ഘടനയുടെ മാറ്റം. ടേക്ക് സം വാട്ടർ ഇൻ എ വെസൽ ആൻഡ് ഹീറ്റ് ഇറ്റ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, തിളപ്പിക്കുക. നമ്മുടെ ഈ കുട്ടി ചെയ്യുന്നുണ്ട്, കണ്ടോ? ഡോണ്ട് യു സീ വാട്ടർ വേപ്പർ റൈസിങ് അപ്പ്. അപ്പം നിങ്ങൾക്ക് വെള്ളം ആവിയായിട്ട് പൊന്തുന്നത് കാണാം. നൗ ടേക്ക് എ ഫ്ലാറ്റ് വെസൽ വിത്ത് വാട്ടർ ഇൻ ഇറ്റ് ആൻഡ് ഹോൾഡ് ഇറ്റ് ഓവർ ദ റൈസിങ് വാട്ടർ വേപ്പർ. പിന്നെ എന്താ പറയുന്നത്? ഒരു ഫ്ലാറ്റ് പാത്രം, ഒരു പാൻ പോലത്തെ പാത്രം എടുക്കുക, അതിൽ ചെറുപ്പം സാധാരണ വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഈ പൊന്തി വരുന്ന ആവിൻ്റെ മേലെ പിടിക്കുക. വാട്ട് ഡു യു സീ അറ്റ് ദ ബേസ് ഓഫ് ദ വെസൽ. അപ്പം ഈ വെസലില്ലേ, പരന്ന പാത്രമില്ലേ, അതിൻ്റെ അടിവശത്ത് നിങ്ങൾ എന്ത് കാണുന്നു? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്. അങ്ങനെ കാണാനുള്ള കാരണം എന്താണ്? 2 ചോദ്യം. ക്യാൻ യു ഫൈൻഡ് ഔട്ട് അതർ ഇൻസ്റ്റൻസസ് വേർ വാട്ടർ വേപ്പർ കൂൾസ് ഇൻ ടു വാട്ടർ ലൈക്ക് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ നീരാവി തണുത്ത് തിരിച്ചു വെള്ളമാവുന്ന ഇൻസ്റ്റൻസ്, സന്ദർഭങ്ങൾ വേറെയും നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. വാട്ടർ വേപ്പർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ വെൻ ഇറ്റ് കൂൾസ്. അതിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് വെള്ളത്തിൻ്റെ നീരാവി തണുക്കുമ്പോൾ തിരിച്ച് വെള്ളമായി മാറും. വാട്ട് വിൽ ഹാപ്പൻ ടു വാട്ടർ വെൻ ഇറ്റ് ഈസ് കൂൾഡ് ഫെർദർ. അതായത് വെള്ളം വീണ്ടും തണുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ ഈ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ നമുക്ക് ഈ ലെസൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ചെറിയൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളത്തിൻ്റെ ഘടനകളുടെ മാറ്റങ്ങൾ. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഐസ് കൊടുത്തിട്ടുണ്ട്, വീണ്ടും വെള്ളം കൊടുത്തിട്ടുണ്ട്, വാട്ടർ വേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളത്തിൻ്റെ നീരാവി തണുക്കുമ്പം വെള്ളമായി മാറും, വെള്ളം വീണ്ടും തണുക്കുമ്പോൾ ഐസായി മാറും, ഐസ് ചൂടാകുമ്പം വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ വരും, വെള്ളം ചൂടാകുമ്പം നീരാവിയാകും. അപ്പോൾ ഈ ഒരു സൈക്കിള് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. വാട്ടർ ഇൻ എയർ ടു. അതായത് നമ്മളെ ചുറ്റുമുള്ള വായുവിൽ വെള്ളമുണ്ട്. അത് തെളിയിക്കുന്ന ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് നോക്കാം.
ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ, ഒരു സ്ഫടികത്തിൻ്റെ ഗ്ലാസ് എടുക്കുക. പുട്ട് സം ഐസ് പീസസ് ഇൻ ടു ഇറ്റ്, കുറച്ച് ഐസ് പീസസ് അതിലിടുക. ഒബ്സർവ് ദ ഔട്ടർ സൈഡ് ഓഫ് ദ ഗ്ലാസ്, ഗ്ലാസിൻ്റെ പുറം ഭാഗം ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. വാട്ട് ഡു യു സീ, നിങ്ങൾ എന്ത് കാണുന്നു? ഫ്രം വേർ ഡിഡ് ദ ഡ്രോപ്സ് ഓഫ് വാട്ടർ കം ഫ്രം, അപ്പം നിങ്ങൾക്ക് അവിടെ കുറച്ച് വെള്ളത്തിൻ്റെ ഡ്രോപ്സ് കാണാം. എവിടെ നിന്നത് വന്നു? ദർ വാസ് ഓൺലി എയർ അറൌണ്ട് ദ ഗ്ലാസ് ടംബ്ലർ, ഈ ഗ്ലാസ് ടംബ്ലറിൻ്റെ ചുറ്റും എയറേ ഉണ്ടായിട്ടുള്ളൂ, വായു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇഫ് സോ ഹൗ ഡിഡ് ദ വാട്ടർ ഡ്രോപ്സ് ഫോം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വാട്ടർ ഡ്രോപ്സ് എങ്ങനെ ഫോമായി? ദ വാട്ടർ വേപ്പർ കൂൾസ് ടു ഫോം വാട്ടർ, അപ്പോൾ ഈ വാട്ടർ വേപ്പർ തണുത്തിട്ടാണ് ഈ വാട്ടർ ഡ്രോപ്സ് ഉണ്ടായത്. അപ്പോൾ ഈ ഗ്ലാസ്സിന് ചുറ്റുമുള്ള എയറിലുള്ള വാട്ടർ വേപ്പർ ആ ഐസ് കൊണ്ട് തണുത്തപ്പം അത് വാട്ടർ ഡ്രോപ്സ് ആയിട്ട് മാറി. ഫ്രണ്ട്സ് ഓഫ് സ്റ്റോൺസ്. വി ലേൺ ദാറ്റ് എ സ്റ്റോൺ ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ്, സൈസ് ആൻഡ് വെയ്റ്റ്. അപ്പോൾ ഒരു കല്ലിന് ഒരു പ്രത്യേക രൂപമുണ്ട്, സൈസ് വലുപ്പമുണ്ട്, ആൻഡ് വെയ്റ്റ് ഘനമുണ്ട്. ലിക്വിഡ്സ് ക്യാൻ ബി ടേക്കൻ ഓൺലി ഇൻ എ വെസൽ, ഈ ദ്രാവകങ്ങൾ ഒരു പാത്രം വേണം അതെടുക്കാൻ. ഓക്കെ, ബട്ട് വാട്ട് അബൌട്ട് സ്റ്റോൺ, എ പീസ് ഓഫ് വുഡ് എക്സെട്ര. പക്ഷേ ഒരു കല്ല്, ഒരു മരക്കഷ്ണം ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് എ സ്റ്റോൺ? അപ്പം വെള്ളവും ഒരു കല്ലും തമ്മിൽ എന്താണ് ഡിഫറൻസ്? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വെള്ളം എന്ന് പറഞ്ഞാൽ ദ്രാവകം, ലിക്വിഡ്സ്. സ്റ്റോൺ, പീസ് ഓഫ് വുഡ് എക്സെട്ര ആർ സോളിഡ്സ്, ഖരപദാർത്ഥങ്ങൾ. ക്യാൻ യു നെയിം സം അതർ സോളിഡ്സ്? അപ്പം മറ്റ് ചില ഖരപദാർത്ഥങ്ങളെ പേര് നിങ്ങളോട് പറയാൻ പറയുന്നുണ്ട്. റൈറ്റ് ഡൗൺ ദ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, അപ്പോൾ പൊതുവായിട്ടുള്ള സവിശേഷതകൾ എഴുതാനും പറയുന്നുണ്ട്. What are the properties that differentiate solids from liquids? What similarities do they have? Write down the similarities and differences. അപ്പോൾ ഇവിടെ സോളിഡ്സും ലിക്വിഡ്സും, അതായത് ഖരപദാർത്ഥങ്ങളും ദ്രാവകങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, ഒരേപോലെയുള്ള കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ സവിശേഷതകൾ, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഒരു ചാർട്ട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ആ ചാർട്ട് നമുക്ക് ഈ ലെസൻ്റെ ലാസ്റ്റ് ചെയ്യാം. ഫീച്ചേഴ്സ് ഓഫ് എയർ, കാറ്റിൻ്റെ പ്രത്യേകതകൾ. ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കാം. സുബിൻ ഈസ് വെരി ഹാപ്പി ടുഡേ. സുബിൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ഈസ് വെയിറ്റിംഗ് ടു ഷോ ദ ബലൂൺ ബോട്ട് ദാറ്റ് ഹി മേഡ് ടു ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ അവൻ ഒരു ബലൂൺ ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അവൻ്റെ ഫ്രണ്ട്സിന് കാണിക്കാനായിട്ട് അവൻ റെഡി ആയിരിക്കുകയാണ്. വാവ്, എ ബലൂൺ ബോട്ട് ദാറ്റ് മൂവ്സ് ഇൻ വാട്ടർ, ഹിസ് ഫ്രണ്ട്സ് ബിക്കെയിം ഹാപ്പി. അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിന് വളരെ സന്തോഷമായി. അവർ പറയണം, വാവ്, ഒരു ബലൂൺ ബോട്ട് ഇതാ വെള്ളത്തിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അമൽ ചോദിക്കുകയാണ്, സുബിൻ, ഹൗ ഡിഡ് യു മേക്ക് ദിസ്? നീ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത് സുബിനെ? അപ്പോൾ സുബിൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ടേക്ക് ദ ലിഡ് ഓഫ് എ സോപ്പ് കേസ്, മേക്ക് എ ഹോൾ ഓൺ വൺ ഓഫ് ഇറ്റ്സ് സൈഡ്സ്. നൗ ടേക്ക് എ സ്ട്രോ ആൻഡ് ടൈ എ ബലൂൺ ടു ഇറ്റ്സ് എൻഡ്. ടേക്ക് ദ അതർ എൻഡ് ഓഫ് ദ സ്ട്രോ ഔട്ട് ത്രൂ ദ സോപ്പ് കേസ് hole as shown in the picture. Now blow air through the straw and fill the balloon with air. Press the mouth of the balloon with fingers, not letting the air to go out. Place the soap case in a flat container with water. Immerse the tip of the straw in water and slowly release the fingers. Now you can see the balloon boat leaping or moving ahead. ഇവിടെ സുബിൻ പറയാണ്, ഒരു സോപ്പ് കേസിൻ്റെ മൂടിയെടുക്കുക, അതിൻ്റെ ഒരു സൈഡിലൊരു ഹോൾ ഉണ്ടാക്കുക, പിന്നെ ഒരു സ്ട്രോ എടുക്കുക, ഒരു കഷ്ണം സ്ട്രോ എടുത്തിട്ട് ആ സ്ട്രോൻ്റെ ഒരറ്റത്ത് ബലൂൺ വെച്ച് കെട്ടുക, മറ്റേ അറ്റം ആ ഉണ്ടാക്കിയ ഹോളിലുള്ള കൂടെ പുറത്തേക്ക് ഇവിടെ കാണുന്ന പോലെ ഇടുക, വലിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ആ സ്ട്രോയിലൂടെ എയർ നിറയ്ക്കുക, ബലൂണിലേക്ക് ഊതി നിറയ്ക്കുക. എന്നിട്ട് ആ എയർ പോകാതെ വിരൽ വെച്ച് അടച്ചു പിടിച്ചിട്ട് ഈ ബോട്ട് വെള്ളത്തിൽ വെച്ചിട്ട് ആ സ്ട്രോൻ്റെ അറ്റം വെള്ളത്തിലേക്ക് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ട് മെല്ലെ വിടുക. അപ്പം ഈ ബോട്ട് ഇങ്ങനെ നമുക്ക് നീങ്ങുന്നതായിട്ട് കാണാം. ലീന ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് പരിചയപ്പെടുത്താൻ പോവാണ്. ഐ ഷാൽ ഷോ യു അനദർ ട്രിക്ക്. ഞാൻ നിങ്ങൾക്ക് വേറൊരു ട്രിക്ക് കാണിച്ചു തരാം. ഹിയർ ഇസ് എ ബലൂൺ റോക്കറ്റ്. ഇവിടെ ഞാനൊരു ബലൂൺ റോക്കറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഡു യു വോണ്ട് ടു നോ ഹൗ ഇറ്റ് ഈസ് മെയ്ഡ്? ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയണോ? പാസ് എ ലോങ് ത്രെഡ് through a straw piece. Tie both ends of the thread tightly to two poles as shown in the picture. Blow air into a big balloon and fix its middle part to the straw using sellotape. Bring the balloon to the lower end of the thread and release it. In which direction does the balloon move and why?
അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരു നീളമുള്ള ത്രെഡ് എടുക്കുക, ഒരു സ്ട്രോൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് ഇവിടെ കാണുന്ന നമ്മൾ 2 പോളിൽ കെട്ടുക. പക്ഷെ ചരിച്ച് കെട്ടണം, ഒരു ഭാഗം താന്നിട്ടും ഒരു ഭാഗം പൊന്തിയിട്ടും അങ്ങനെ ചരിച്ച് കെട്ടുക. എന്നിട്ട് ഒരു വലിയ ബലൂൺ എടുത്തിട്ട് കാറ്റ് നിറച്ചിട്ട് ആ ബലൂണിൻ്റെ മിഡിൽ പോർഷൻ ഈ സ്ട്രോ ആയിട്ട് സെലോ ടേപ്പ് ഇട്ട് ഒട്ടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ലോവർ എൻഡിലേക്ക് ഇത് കൊണ്ടുവരിക, അവിടെ നിന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്കത് സ്പീഡിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഏത് ഡയറക്ഷനിലാണ് അത് നീങ്ങുകയെന്ന് ഇവിടെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ 2 എക്സ്പെരിമെൻ്റ് നമ്മൾ കണ്ടു. ഇവിടെ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മെനി ഷേപ്സ്, അനേക ഷേപ്പുകൾ, രൂപങ്ങൾ. ഓക്കെ, ടേക്ക് ബലൂൺ ഡോൾസ് ഓഫ് ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. അപ്പം പല സൈസിലും പല ഷേപ്പിലുള്ള ബലൂണിനെ കൊണ്ട് ഉണ്ടാക്കിയ ഡോൾസ് എടുക്കുക. ബ്ലോ എയർ ഇൻ ടു ദം, അതിൽ കാറ്റ് നിറയ്ക്കുക. ദെൻ റിലീസ് ദ എയർ, എന്നിട്ട് പെട്ടെന്ന് ആ കാറ്റങ്ങ് വിട്ടുകളയുക. വാട്ട് ഹാപ്പൻസ്, എന്താണ് സംഭവിക്കുക? വൈ ഡസ് ദിസ് ഹാപ്പൻ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വാട്ട് ചേഞ്ചസ് ഡിഡ് യു ഒബ്സർവ് വെൻ എയർ ഇസ് ഫിൽഡ് ഇൻ ബലൂൺസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ്? അപ്പോൾ പല പല ഷേപ്പുള്ള ബലൂൺസിൽ എയർ നിറച്ചപ്പോൾ നിങ്ങൾ എന്താണ് വീക്ഷിച്ചത്? ഡസ് എയർ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, അവന് വായുവിന് എയറിന് ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഫൈൻഡിങ്സ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയത് എന്ന് നിങ്ങളുടെ ഡയറിയിൽ നോട്ട് ചെയ്യാം. ഹൂ ഈസ് ഹൈഡിങ് ഹിയർ? ടേക്ക് 2 glass tumblers, pack paper bits up to half of each tumbler, fix a flexible straw in the second glass tumbler using sellotape. Now immerse both the glass tumblers upside down in the water in a bucket. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഹൂ ഈസ് ഹൈഡിങ് ഹിയർ, ആരാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്? ഓക്കെ, ഇവിടെ എന്താ പറയുക? ടേക്ക് 2 glass tumblers. അപ്പോൾ 2 സ്ഫടികത്തിൻ്റെ സീത്രൂ ആയിട്ടുള്ള ടംബ്ലേഴ്സ് എടുക്കണം. പാക്ക് പേപ്പർ ബിറ്റ്സ് അപ് ടു ഹാഫ് ഓഫ് ഈച്ച് ടംബ്ലർ. അപ്പോൾ പേപ്പർ ബിറ്റ്സിന് മുറിച്ചിട്ട് ഹാഫ് ഓഫ് ദ ടംബ്ലർ നിറയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്? ഫിക്സ് എ ഫ്ലെക്സിബിൾ സ്ട്രോ ഇൻ സെക്കൻഡ് ഗ്ലാസ് ടംബ്ലർ യൂസിങ് എ സെലോ ടേപ്പ്. അപ്പോൾ ഇതുപോലെ സെലോ ടേപ്പ് ഇട്ട് ഒരു സ്ട്രോ ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇമേഴ്സ് ബോത്ത് ഗ്ലാസ് ടംബ്ലേഴ്സ് അപ്സൈഡ് ഡൗൺ ഇൻ വാട്ടർ ഇൻ എ ബക്കറ്റ്. അപ്പോൾ 2 ഗ്ലാസും വളരെ പെട്ടെന്ന് ഈ പേപ്പർ ബിറ്റ്സ് വീണ് പോകാതെ വളരെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് അങ്ങോട്ട് അഴുത്തുക. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അങ്ങോട്ട് താഴ്ത്തുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, വാട്ട് ഗോസ് ഔട്ട് ഫ്രം ദ സെക്കൻഡ് ഗ്ലാസ് ടംബ്ലർ? സെക്കൻഡ് ഗ്ലാസ് ടംബ്ലറിൽ നിന്ന് എന്താണ് പുറത്തേക്ക് പോകുന്നത്? നൗ എക്സാമിൻ ദ പേപ്പർ ഇൻ ബോത്ത് ഗ്ലാസ് ടംബ്ലേഴ്സ്. ഇനി ഈ 2 ഗ്ലാസ് ടംബ്ലേഴ്സിലുള്ള പേപ്പേഴ്സിനെ പരിശോധിക്കുക. പ്രിപ്പയർ ദ റെക്കോർഡ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഇതിനെ റെക്കോർഡിൽ നിങ്ങൾക്ക് എഴുതണം. അപ്പോൾ ഇവിടെ ഒരു ചിത്രത്തിൽ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്, ഈ ഫസ്റ്റ് ഗ്ലാസ് ടംബ്ലറിൽ ഒന്നും പുറത്തേക്ക് പോകുന്നില്ല, എയർ ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഈ സ്ട്രോ വെച്ചതിൽ നിന്ന് എയർ ബബിൾസ് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എയർ ബബിൾസ് പുറത്തേക്ക് പോകുമ്പോൾ ആ അത്രയും ക്വാണ്ടിറ്റി വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എനിവേ നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ലീനാസ് റെക്കോർഡ് ഓഫ് എക്സ്പെരിമെൻറ്റ്. ഇവിടെ ലീന ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ മുകളിൽ പറഞ്ഞ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എയിം എന്താണ്? എന്ത് കണ്ടുപിടിക്കാനാണ്? ടു ഫൈൻഡ് ഔട്ട് വെദർ എയർ ഓക്യുപ്പൈ സ്പേസ്. അപ്പം എയറിന് നിൽക്കാൻ ഒരു സ്പേസ് വേണോ വേണ്ടയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ, 2 glass tumblers, ഫ്ലെക്സിബിൾ സ്ട്രോ, പേപ്പർ, സെലോ ടേപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. ഓക്കെ, അതിന് ശേഷം അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ഫിൽഡ് 3/4 ഓഫ് എ ബക്കറ്റ് വിത്ത് വാട്ടർ. അപ്പം ആ ബക്കറ്റ് 3/4 ഭാഗത്തോളം വെള്ളം നിറയ്ക്കണം. പാക്ഡ് പേപ്പർ അപ് ടു ഹാഫ് ഓഫ് ഈച്ച് ഗ്ലാസ് ടംബ്ലർ. 2 ഗ്ലാസ്സിലും അര ഭാഗത്തോളം പേപ്പർ നിറയ്ക്കണം. ദ ഫ്ലെക്സിബിൾ സ്ട്രോ വാസ് ഫിക്സ്ഡ് ടു ദ സെക്കൻഡ് ഗ്ലാസ് ടംബ്ലർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഷോർട്ടർ പാർട്ട് ഓഫ് ദ സ്ട്രോ ഈസ് ഇൻസൈഡ് ദ ഗ്ലാസ് ടംബ്ലർ. അതായത് മുകളിൽ ഈ ചിത്രത്തിൽ കാണിച്ച പോലെ സ്ട്രോ ഫിക്സ് ചെയ്യണം. അതാണ് അവിടെ പറഞ്ഞത്. പിന്നെ അവിടെ എന്താ പറയുന്നത്? ബോത്ത് ദ ടംബ്ലേഴ്സ് വെർ ഇമേഴ്സ്ഡ് അപ്സൈഡ് ഡൗൺ ഇൻ ടു ദ വാട്ടർ ഇൻ ദ ബക്കറ്റ്. അപ്പോൾ 2 ടംബ്ലേഴ്സും അപ്സൈഡ് ഡൗൺ ആയിട്ട് പെട്ടെന്ന് കുറച്ച് സ്പീഡിൽ നമ്മൾ അങ്ങോട്ടേക്ക് ഇമേഴ്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ എന്താ നമ്മൾ കാണുന്നത്? ഒബ്സർവേഷൻ എന്താ നോക്കാം. വൈൽ ഇമേഴ്സിംഗ് ദ 2 glass tumblers ഇൻ ടു ദ വാട്ടർ, more force has to be applied on the glass tumbler without straw attached to it. അപ്പോൾ ഇവിടെ എന്താ ഫീൽ ചെയ്തത്? 2 ഗ്ലാസ് ടംബ്ലേഴ്സും വെള്ളത്തിലേക്ക് ആഴ്ത്തുമ്പോൾ
ഈ സ്ട്രോ ഇല്ലാത്ത ഗ്ലാസ് വെള്ളത്തിലേക്ക് ആഴ്ത്താൻ കുറച്ച് ഫോഴ്സ് ജാസ്തി വേണ്ടി വന്നു മറ്റേതിനെക്കാട്ടും. ഓൺലി എ ലിറ്റിൽ വാട്ടർ എൻറ്റേർഡ് ദ ഗ്ലാസ് ടംബ്ലർ. അപ്പോൾ പെട്ടെന്ന് ആഴ്ത്തുന്ന ആ ഒരു പോയിന്റിൽ ലേശം വെള്ളം അങ്ങോട്ട് എൻ്ററായി. എയർ ബബിൾസ് കുഡ് ബി സീൻ പാസിംഗ് ത്രൂ ദ സ്ട്രോ ഇൻ ദ അതർ ഗ്ലാസ് ഓഫ് ടംബ്ലർ. അതായത് മറ്റേ സ്ട്രോ ഫിക്സ് ചെയ്ത ഗ്ലാസ്സിൽ നിന്ന് എയർ ബബിൾസ് മെല്ലെ പുറത്തു പോകുന്നതായിട്ട് കണ്ടു. ഹെൻസ് മോർ വാട്ടർ എൻറ്റേർഡ് ദാറ്റ് ഗ്ലാസ്. അതുകൊണ്ട് കൂടുതൽ വെള്ളം അതിലേക്ക് കയറി. വെൻ ദ പേപ്പർ ഇൻ ദ ഫസ്റ്റ് ഗ്ലാസ് വാസ് ടേക്കൺ ഔട്ട് ഇറ്റ് വാസ് നോട്ട് സീൻ വെറ്റ്. ആദ്യത്തെ ഗ്ലാസ്സിലെ പേപ്പർ എടുത്ത് നോക്കിയപ്പം അത് നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദ പേപ്പർ ഇൻ ദ സെക്കൻഡ് ഗ്ലാസ് ടംബ്ലർ വാസ് വെറ്റ്. രണ്ടാമത്തെ ടംബ്ലറിൽ പേപ്പർ നനഞ്ഞിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന്? 2 ഗ്ലാസ്സും നമ്മൾ കമിഴ്ത്തി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഗ്ലാസ്സിൽ എയർ ലോക്കായി, രണ്ടാമത്തെ ഗ്ലാസ്സിലും എയർ ലോക്കായി. നമ്മൾ കമിഴ്ത്തുമ്പോൾ ആദ്യത്തെ ഗ്ലാസ്സിലെ എയർ എസ്കേപ്പ് ചെയ്ത് പോകാൻ സ്ഥലം ഉണ്ടായില്ല. രണ്ടാമത്തെ ഗ്ലാസ്സിലെ എയർ എസ്കേപ്പ് ചെയ്ത് പോകാൻ ആ സ്ട്രോ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ സ്ട്രോയിൽ കൂടെ എയർ പുറത്തേക്ക് കടന്ന് പോകുന്തോറും അതിലേക്ക് വെള്ളം, അത്രയും ക്വാണ്ടിറ്റി വെള്ളം കയറിക്കൊണ്ടിരുന്നു. അങ്ങനെ അതിലുണ്ടായ എയർ മുഴുവനും പുറത്തേക്ക് പോയപ്പോൾ അതിലേക്ക് വെള്ളം കയറി, അതിലെ പേപ്പർ നനഞ്ഞു. അപ്പോൾ അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? എയർ നിൽക്കാൻ ഒരു സ്പേസ് വേണം. ആ എയർ നിന്ന സ്ഥലത്ത് നിന്ന് ആ സ്ട്രോൻ്റെ ഉള്ളിൽ കൂടെ ആ എയർ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോകുന്ന ആ സ്പേസിലേക്കാണ് ഈ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ ഗ്ലാസ്സിൽ എന്ത് സംഭവിച്ചു? ഫസ്റ്റ് ഗ്ലാസ്സിൽ എയർ എസ്കേപ്പ് ചെയ്ത് പോയില്ല, അത് കാരണം വെള്ളം കയറിയില്ല. അപ്പോൾ അവിടെ ഒരു സ്പേസിൽ എയർ നിന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? എയർ നിൽക്കണമെങ്കിൽ ഒരു സ്പേസ് ആവശ്യമാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻഫറൻസ് എന്താണ് ഇവിടെ എഴുതേണ്ടത്? എയർ ഓക്യുപ്പൈസ് സ്പേസ്, എയർ നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതേപോലെ തന്നെ ഡിഡ് യു റെക്കോർഡ് യുവർ ഇൻഫറൻസ്. അപ്പം നിങ്ങൾ ഇതേമാതിരി എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ടുപിടുത്തം അവിടെ എഴുതുക. അപ്പോൾ നിങ്ങളിവിടെ സ്പേസിൽ എയർ ഓക്യുപ്പൈ സ്പേസ് അല്ലെങ്കിൽ എയർ നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ എന്ന് നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം. പേജ് നമ്പർ 80, സെൻസിങ് ദ സ്മെൽ. അപ്പോൾ സ്മെല്ല് നമുക്ക് മനസ്സിലാവുന്നു, അതാണ് പറയുന്നത്. ഇവിടെ നോക്കാം. വി കം ടു നോ ദാറ്റ് ജാസ്മിൻ ഫ്ലവേഴ്സ് ഹാവ് ബ്ലൂംഡ് ഓർ എ പെർഫ്യൂം ബോട്ടിൽ ഹാസ് ബീൻ ഓപ്പൺഡ് ഈവൻ ഫ്രം എ ഡിസ്റ്റൻസ്. അപ്പോൾ കുറച്ച് ദൂരത്ത് നിന്ന് തന്നെ ഇപ്പോൾ കുറച്ച് മുല്ലപ്പൂ വിരിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, പെർഫ്യൂം ബോട്ടിൽ തുറന്നാൽ നമുക്ക് മനസ്സിലാവും. ഹൗ ഡസ് ദിസ് ഹാപ്പൻ? ലെറ്റ്സ് ട്രൈ ഔട്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. Collect the smoke of an incense stick in a glass tumbler and cover it with a cardboard. അപ്പോൾ ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് അതിൻ്റെ സ്മോക്കൊക്കെ ഒരു ഗ്ലാസ്സിൽ കളക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് മൂടുക. ദ സ്മോക്ക് കംസ് ഔട്ട് വെൻ ദ കാർഡ്ബോർഡ് ഈസ് റിമൂവ്ഡ്. പിന്നെ എന്താ ചെയ്യുക? കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ കാർഡ്ബോർഡ് പീസ് റിമൂവ് ചെയ്താൽ ഈ സ്മോക്കൊക്കെ പുറത്തേക്ക് വരും. ഡു യു സെൻസ് ദ ഫ്രേഗ്രൻസ് ഓഫ് ദ ഇൻസെൻസ് സ്റ്റിക്ക്? അപ്പം ഇപ്പം നിങ്ങൾക്ക് ആ ചന്ദനത്തിരിയുടെ മണം സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? This is because the fragrance of the incense stick mixes with the air and spreads all around. അപ്പം ഈ ചന്ദനത്തിരിയുടെ ആ പുക അവിടെ പരിസരത്തുള്ള എയറിലൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ പരക്കും. ആ സമയത്താണ് നമുക്ക് ഇതിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ I too have weight. അപ്പം എയറിന് വെയിറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. ഹാങ് എ ബിഗ് ബലൂൺ ഓൺ വൺ എൻഡ് ആൻഡ് എ പേപ്പർ കപ്പ് ഓൺ ദ അതർ എൻഡ് ഓഫ് എ ലോങ് സ്റ്റിക്ക്. ഒരു ലോങ് സ്റ്റിക്ക് എടുക്കുക, ഒരു എൻഡിലൊരു ബലൂൺ കെട്ടിത്തൂക്കുക, മറ്റേ എൻഡിലൊരു പേപ്പർ കപ്പ്. ബലൂണിൽ കാറ്റുണ്ടാവാൻ പാടില്ല. നൗ ടൈ എ ത്രെഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ സ്റ്റിക്ക് ആൻഡ് ഹാങ് ഇറ്റ് ലൈക്ക് എ ബാലൻസ്. എൻ്റെ നടുക്കൊരു ചരട് കെട്ടിയിട്ട് ഒരു ബാലൻസ് പോലെ, ത്രാസ് പോലെ തൂക്കുക. ആസ് ഷോൺ ഇൻ ദ പിക്ചർ. പുട്ട് പീ സീഡ്സ് ഇൻ ദ പേപ്പർ കപ്പ് ടു ബാലൻസ് ദ വെയിറ്റ്. അപ്പോൾ ആ കാറ്റില്ലാത്ത ബലൂണിന് ബാലൻസ് ചെയ്യാനായിട്ട് മറ്റേ പീ സീഡ്സ്, പച്ചപ്പട്ടാണിയുടെ വിത്ത് ആ ഗ്ലാസ്സിലിടുക. ഇനി എന്താ ചെയ്യേണ്ടത്? ആ ബാലൻസ് കറക്റ്റ് ചെയ്തതിന് ശേഷം ബ്ലോ എയർ ഇൻ ടു ദ ബലൂൺ. ഇനി ബലൂണിൽ എയർ നിറയ്ക്കുക. ഈ എയർ നിറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് ടു ദ ബാലൻസ്? ആ ബാലൻസ് ബലൂൺ നിറച്ച ഭാഗം അങ്ങോട്ട് താഴും. എയർ നിറച്ച ബലൂണിലുള്ള ഭാഗം അങ്ങോട്ട് താഴും. എന്തുകൊണ്ട്? എയറിന് വെയിറ്റ് ഉണ്ട്. ബലൂണിലേക്ക് നിറച്ച എയറിന് വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് അത് അങ്ങോട്ട് താഴും. ഹൗ മെനി പീ സീഡ്സ് ഡിഡ് യു പുട്ട് ഇൻ ദ കപ്പ് ടു ബാലൻസ്? അതായത് ബാലൻസ് ദ വെയിറ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യം ബലൂൺ കാലിയായിരുന്ന സമയത്ത് എത്ര പീ സീഡ്സ് ആണ് ഈ കപ്പിലിട്ട് നിറച്ചത്? അതൊരു 10ഓ 20ഓ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആ ഇട്ട പീ സീഡ്സ് കാലി ബലൂണിൻ്റെ വെയിറ്റിന് തുല്യമായിരുന്നു.
എയർ നിറച്ചപ്പം അത് മതിയാവാതെ ആയി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, എയറിന് വെയിറ്റ് ഉണ്ട്. പവർ ഓഫ് ദ വിൻഡ്. ഡിഡ് യു സീ ദ കാറ്റാടി ഇൻ ശ്രേയാസ് ഹാൻഡ്? വൈ ഡസ് ഇറ്റ് സ്പിൻ? എന്തുകൊണ്ടാണ് ഈ ശ്രേയൻ്റെ കയ്യിലുള്ള കാറ്റാടി അവൾ ഓടുമ്പോൾ കറങ്ങുന്നത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. മൂവിങ് എയർ ഈസ് വിൻഡ്. അതായത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വായു ആണ് കാറ്റ് എന്ന് പറയുന്നത്. എയർ ഹാസ് പവർ. വായുവിന് പവർ ഉണ്ട്. അപ്പോൾ വായുവിന് പവർ ഉണ്ട് എന്നുള്ളത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി 2 ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വിൻഡ് മിൽ ഫീൽഡാണ്, പിന്നത്തെ യാച്ചാണ്. ഈ വിൻഡ് മിൽ ഫീൽഡിൽ എന്താ സംഭവിക്കുന്നത്? കാറ്റടിക്കുമ്പോൾ ഈ ഫാന് കറങ്ങും. ഈ ഫാന് കറങ്ങുമ്പോൾ അതിന് അവിടെ ഡൈനാമോ അതിൻ്റെ പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് ഇലക്ട്രിസിറ്റി ഫോം ആവും. പിന്നെ ഇവിടെ യാച്ചിന് എന്താ സംഭവിക്കുന്നത്? ഈ പായ വിരിച്ചിട്ടിട്ടുണ്ട്. കാറ്റടിക്കുമ്പോൾ ആ കാറ്റ് ഈ പായൽ പിടിക്കുമ്പോൾ ഇതിന് മൂവ്മെൻ്റ് ഉണ്ടാവും, നീങ്ങിപ്പോവും. അപ്പോൾ ഈ 2 വിധത്തിലാണ് കാറ്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. എയർ, വാട്ടർ, വേപ്പർ എക്സെട്ര ആർ ഗ്യാസസ്. അപ്പം എയർ, വാട്ടർ വേപ്പർ എക്സെട്ര ആർ ഗ്യാസസ് ആണ് ഈ ഫോം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്? റൈറ്റ് ദം ഡൗൺ. അപ്പം ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ എഴുതാൻ പറയുന്നുണ്ട്. ഗ്യാസ് ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് എന്നൊരു പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് ഈ വീഡിയോൻ്റെ അവസാനം ഡിസ്കസ് ചെയ്യാം. അത് കൂടാതെ ഒരു ചെറിയൊരു എക്സ്ട്രാ ഇൻഫോർമേഷൻ. പ്ലാസ്മ. ബിസൈഡ് ദ സോളിഡ്, ലിക്വിഡ് ആൻഡ് gaseous സ്റ്റേറ്റ്സ്, മാറ്റർ ഹാസ് അതർ സ്റ്റേറ്റ്സ് ഓൾസോ. അതായത് മാറ്ററിന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് 3 സ്റ്റേറ്റ് ഉണ്ടെന്ന് നമ്മൾ ഇത്ര നേരം മനസ്സിലാക്കി വന്നത്. അത് കൂടാതെ വേറെ സ്റ്റേറ്റ് ഉണ്ട്, അതായത് പ്ലാസ്മ ഈസ് വൺ ഓഫ് ദം. അതായത് വേറെയും സ്റ്റേറ്റ്സ് ഒന്നിൽ കൂടുതലുണ്ട് അവസ്ഥകൾ. അതിലൊന്നാണ് പ്ലാസ്മ. ഫയർ ആൻഡ് ലൈറ്റ്നിങ് ആർ ദ പ്ലാസ്മ സ്റ്റേറ്റ്. അപ്പം ഫയർ, തീയും ലൈറ്റ്നിങ്, മിന്നലുമാണ് പ്ലാസ്മ അവസ്ഥ. കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓബ്ജക്ട്സ് ഉണ്ട്, ഓബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, വെയിറ്റ്, ഷേപ്പ്, സ്പേസ് ടു എക്സിസ്റ്റ്, പിന്നെ അതിൻ്റെ സ്റ്റേറ്റ് ഉണ്ട്, അവസ്ഥ. അപ്പോൾ ഇവിടെ ഓബ്ജക്ട്സ് എന്തൊക്കെയാണ്? കോക്കനട്ട് ഓയിൽ, ടേബിൾ, എയർ, വാട്ടർ വേപ്പർ, മിൽക്ക്, ഐസ്. അപ്പോൾ ഈ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്ത ടേബിളാണ് ഇത് നിങ്ങൾ കാണുന്നത്. ടേബിളിന് വെയിറ്റ് ഉണ്ട്, പിന്നെ ഷേപ്പ് ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യാൻ സ്പേസ് വേണം, സോളിഡാണ്. എയറിന് വെയിറ്റ് ഉണ്ട്, ഷേപ്പില്ല, സ്പേസ് വേണം, ഗ്യാസ് ആണത്. വാട്ടർ വേപ്പറിന് വെയിറ്റ് ഉണ്ട്, ഷേപ്പില്ല, സ്പേസ് വേണം, ഗ്യാസ് ആണത്. മിൽക്കിന് വെയിറ്റ് ഉണ്ട്, ഷേപ്പില്ല, സ്പേസ് വേണം, ലിക്വിഡാണ്. ഐസിന് വെയിറ്റ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, സ്പേസ് വേണം, അതുകൊണ്ട് അത് സോളിഡാണ്. അപ്പോൾ ഇവിടെ ഈ ചാർട്ട് ക്ലിയറായി. ഇവിടെ ലെറ്റസ് എസ് നമുക്ക് വിലയിരുത്താമെന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും, പക്ഷേ എൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ ചെയ്യണം. വളരെ ഈസിയാണത്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഓബ്ജക്ട്സ്. ഇവിടെ കുറച്ച് ഓബ്ജക്ട്സ് തന്നിട്ടുണ്ട്, അതൊക്കെ തരംതിരിക്കാം. വാട്ടർ, പെട്രോൾ, ഷുഗർ, കാംഫർ, സോൾട്ട്, പീസ് ഓഫ് വുഡ്, വാട്ടർ വേപ്പർ, സ്മോക്ക്, ഡീസൽ, കോക്കനട്ട് ഓയിൽ. വെള്ളം, പെട്രോള്, പഞ്ചസാര, കർപ്പൂരം, ഉപ്പ്, മരത്തിൻ്റെ കഷ്ണം, നീരാവി, പുക, ഡീസൽ, വെളിച്ചെണ്ണ. ഇതൊക്കെ ഏത് അവസ്ഥയിലാണ്? അതായത് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച 3 അവസ്ഥ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 അവസ്ഥയായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്ത് തരംതിരിക്കണം. അടുത്തത്, an object has a definite shape. It occupies space and has weight. Identify the state of this object. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതെന്തോ ആവാം. അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടെന്ന് പറയുന്നത്, അതിന് ഒരു സ്പേസ് വേണമെന്ന് പറയുന്നുണ്ട്, അതിന് വെയിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 അവസ്ഥ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. ഇതിൽ ഏത് അവസ്ഥയായിരിക്കും ആ ഒബ്ജക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. പിന്നത്തത്, ഐഡൻറ്റിഫൈ ദ ഗ്രൂപ്പ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ 3 സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ. ഇവിടെ ഗ്രൂപ്പ് ABCD കൊടുത്തിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും 3ഉം വെള്ളത്തിൻ്റെ സ്റ്റേറ്റ്, അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ ആയിരിക്കണം. അത് ഏതാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. അതിൽ ആദ്യത്തേത്, ബലൂൺ ദാറ്റ് ഡസ് നോട്ട് ഷ്രിങ്ക്. ഫിക്സ് എ വാട്ടർ ഫിൽഡ് ബലൂൺ ഇൻ എ ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണിച്ച പോലെ ഒരു ബലൂണിൽ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് ഒരു ബോട്ടിൽ അതിനോട് ഫിക്സ് ചെയ്യുക. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദിസ് ബോട്ടിൽ ഈസ് ഹെൽഡ് ഇറക്റ്റ്? ഇനി ഈ ബോട്ടിൽ തിരിച്ചു പിടിച്ചാൽ എന്ത് സംഭവിക്കും? വിൽ ദ ബലൂൺ ഷ്രിങ്ക്? ബലൂൺ ചുരുങ്ങി പോകുമോ? വാട്ട് വിൽ ഹാപ്പൻ ടു ദ വാട്ടർ ഇൻ ദ ബലൂൺ? ബലൂണിലുള്ള വെള്ളത്തിന് എന്ത് സംഭവിക്കും? അപ്പോൾ തിരിച്ചു പിടിക്കുമ്പോൾ ഈ ബലൂണിലുള്ള വെള്ളം മുഴുവൻ കുപ്പിയിലേക്ക് വരും. കുപ്പിയിൽ ആദ്യം ഉണ്ടായിരുന്ന എയർ ബലൂണിലേക്ക് കയറും. അപ്പം ബലൂൺ അവിടെ ഷ്രിങ്ക് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് വൺ, ലിഫ്റ്റിംഗ് വെയിറ്റ്.
ടേക്ക് മിൽക്ക് കവേഴ്സ്, സ്ട്രോസ്, ത്രെഡ് ആൻഡ് എ പീസ് ഓഫ് കാർഡ്ബോർഡ്. അപ്പോൾ 3 പാലിൻ്റെ കവർ എടുക്കുക, 3 സ്ട്രോ എടുക്കുക, ഒരു പീസ് ഓഫ് കാർഡ്ബോർഡ് എടുക്കുക. ഇൻസേർട്ട് എ സ്ട്രോ ഇൻ ടു ഈച്ച് മിൽക്ക് കവർ ആൻഡ് ടൈറ്റ് വിത്ത് എ ത്രെഡ്. അപ്പോൾ ഓരോ കവറിലേക്കും ഓരോ സ്ട്രോ മെല്ലെ വെച്ചിട്ട് നല്ലോണം ത്രെഡ് ഇട്ട് കെട്ടുക. പ്ലേസ് എ കാർഡ്ബോർഡ് പീസ് ഓവർ ദ കവേഴ്സ് ആൻഡ് പ്ലേസ് എ ബിഗ് ബുക്ക് ഓവർ ഇറ്റ്. അപ്പോൾ ആ കാർഡ്ബോർഡ് പീസ് അതിൻ്റെ 3 കവറിൻ്റെ മേലെയും ആ കാർഡ് പീസ് വെച്ചിട്ട് ഒരു ബുക്ക് എടുത്ത് അതിൻ്റെ മേലെ വെക്കുക, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ. എന്നിട്ട് എന്താ പറയുന്നത്, നൗ ബ്ലോ എയർ ഇൻ ടു ദ കവർ ത്രൂ ദ സ്ട്രോസ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഒരേ സമയത്ത് 3 കവറിലും കാറ്റ് നിറയുന്ന പോലെ ഈ സ്ട്രോയിൽ കൂടെ ഊതുക. ഹൗ മച്ച് വെയിറ്റ് ക്യാൻ ബി ലിഫ്റ്റഡ് ഇൻ ദിസ് വേ. അപ്പോൾ എത്രമാത്രം വെയിറ്റ് ഇതുപോലെ ചെയ്തിട്ട് ഉയർത്താൻ പറ്റുമെന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കണം. അപ്പം നമ്മൾ വെച്ച ബുക്ക് പൊന്തുന്നുണ്ടെങ്കിൽ, ഈസി ആയിട്ട് പൊന്തുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ ബുക്ക് വെക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കും കൂടെ ആഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഊതി നോക്കുക. അപ്പം എത്രമാത്രം വെയിറ്റ് നമുക്ക് ഈ രീതിയിൽ ഉയർത്താൻ പറ്റുമെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. മൂന്നാമത്തത്, ലെറ്റ് us ലിഫ്റ്റ് മോർ വെയിറ്റ്. ലേശം കൂടെ കൂടുതൽ വെയിറ്റ് നമുക്ക് ഉയർത്തി നോക്കാം. അത് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ ചെയ്തതിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ വെയിറ്റ്. അതിനിവിടെ എന്താ ചെയ്യുന്നത്, ആൻ എയർ ജാക്ക് ക്യാൻ ബി മെയ്ഡ് യൂസിങ് എ പ്ലാസ്റ്റിക് ട്യൂബ് ആൻഡ് എ ഹോട്ട് വാട്ടർ ബാഗ്. അപ്പോൾ ഇതുപോലെ ഒരു ഹോട്ട് വാട്ടർ ബാഗും പിന്നെ ഒരു പ്ലാസ്റ്റിക് ട്യൂബും വെച്ചിട്ട് നമുക്കൊരു എയർ ജാക്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാക്കാം. അതായത് കാറ്റുകൊണ്ട് സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ എയർ ജാക്ക്. അതുപോലത്തെ ഒന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഹോട്ട് വാട്ടർ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു റബ്ബറിൻ്റെ ബാഗാണത്. അതിൽ ചൂടുവെള്ളം നിറച്ചിട്ട് നമുക്ക് ശരീരത്തിൽ വേദന എവിടെയും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് സമാധാനത്തിന് വേണ്ടിയൊക്കെ വെക്കുന്ന ഒരു ബാഗാണത്. അതിന് ഈ ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ എ ഫുട്ബോൾ ബ്ലാഡർ അല്ലെങ്കിൽ ഒരു എയർ ബോൾ, ഫുട്ബോൾ ബ്ലാഡർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാറ്റ് നിറയ്ക്കുന്ന ഒരു പന്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബലൂൺ ഉപയോഗിക്കുക. ഓക്കെ, ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഹോട്ട് വാട്ടർ ബാഗ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്ലാസ്റ്റിക് കവർ, അതായത് പാൽ കവർ വെച്ച് ഉയർത്താൻ പറ്റുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ വെയിറ്റ് ഇവിടെ ഉയർത്താൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തേത്, ആർട്ടിഫിഷ്യൽ റെയിൻ. ഇവിടെ എന്താ പറയുന്നത്, മേക്ക് സം ഹോൾസ് അറ്റ് ദ ബേസ് ഓഫ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ, പുട്ട് 1 ഹോൾ അറ്റ് ദ top 2, fill water in the bottle. What happens when the hole at the top is kept closed, and what happens when it is opened? Why does this happen? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു ബോട്ടിൽ എടുക്കുന്നു, അതിൻ്റെ അടിയിൽ കുറച്ച് ചെറിയ ചെറിയ ഹോൾസ് ഇടുന്നു, അതേമാതിരി ആ ബോട്ടിലിൻ്റെ സൈഡിൽ കുറച്ച് മുകളിലേക്കായിട്ട് വേറൊരു ഹോൾ ഇടുന്നു, ഈ ബോട്ടിൽ വെള്ളം നിറയ്ക്കുന്നു, എന്നിട്ട് ആ ഹോൾ അടച്ചു പിടിക്കുന്നു. അപ്പം എന്ത് സംഭവിക്കും, അപ്പോൾ ഈ ഹോൾ അടച്ചു പിടിക്കുമ്പോൾ പുറത്തു നിന്നുള്ള എയർ ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഈ ബോട്ടിലെ വെള്ളം പുറത്തേക്ക് വീഴില്ല. ആ വിരൽ അവിടെ നിന്ന് മാറ്റി ഹോൾ ഓപ്പൺ ചെയ്യുമ്പോൾ പുറത്തു നിന്നുള്ള എയർ ആ ബോട്ടിലേക്ക് കയറും. അപ്പോൾ ഈ വെള്ളത്തിന് അത് തള്ളുമ്പം ഇത് ഈ ഹോളിൽ കൂടെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എയർ അകത്ത് കയറി, വൈ ഡസ് ദിസ് ഹാപ്പൻ? അപ്പോൾ എയർ ഈ ബോട്ടിലിനകത്തേക്ക് കയറിയിട്ട് ആ വെള്ളത്തിനെ തള്ളുമ്പോഴാണ് വെള്ളം അടിയത്തെ ഹോൾസ് കൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പം ഈ എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്ന കാര്യം ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇവിടെ അഞ്ചാമത്തത്, ലെറ്റ് us വിസിൽ ആൻഡ് ബ്ലോ എ ബലൂൺ. നമുക്ക് വിസിൽ അടിക്കാം, പിന്നെ ഒരു ബലൂൺ വീർപ്പിക്കാം. ടേക്ക് 2 ബോട്ടിൽസ് വിത്ത് എ ബേസ് കട്ട് ഓഫ്. 2 ബോട്ടിൽ എടുക്കുക, അതിൻ്റെ ബേസ് കട്ട് ഓപ്പൺ ചെയ്യുക. ഫിക്സ് എ ബലൂൺ ഇൻ 1 ആൻഡ് എ ഡോൾ വിസിൽ ഇൻ ദ സെക്കൻഡ്. ആദ്യത്തെ ഒരു ബോട്ടിലിൽ ഒരു ബലൂൺ ഇതേപോലെ എൻ്റെ നെക്കിൽ ഫിക്സ് ചെയ്യാം. രണ്ടാമത്തെ ബോട്ടിൽ എൻ്റെ നെക്കിൽ ഒരു ഡോൾ വിസിൽ ഫിക്സ് ചെയ്യാം. ഇമേഴ്സ് ദം ഇൻ വാട്ടർ. 2 ബോട്ടിലും ഓരോന്നോരോന്നായിട്ട് വെള്ളത്തിലേക്ക് ആഴ്ത്തുക. വൈ ഡിഡ് ദ ബലൂൺ ബ്ലോ അപ്പ്? എന്തുകൊണ്ടാണ് ഈ ബലൂൺ വീർത്തത്? അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ബലൂൺ ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ഈ ബോട്ടിൽ വെള്ളത്തിലേക്ക് ആഴ്ത്തുമ്പോൾ വെള്ളം അതിലേക്ക് കയറുന്നു, ഇതിലുണ്ടായിരുന്ന എയർ ബലൂണിലേക്ക് കയറും, അപ്പം ബലൂൺ വീർക്കും. വൈ ഡിഡ് ദ വിസിൽ പ്രൊഡ്യൂസ് സൗണ്ട്? രണ്ടാമത്തെ ബോട്ടിൽ വെള്ളത്തിലേക്ക് ആഴ്ത്തുമ്പോൾ അതിലും കൂടെ വെള്ളം ഉള്ളിലേക്ക് കയറും, എന്നിട്ട് അവിടെ ബോട്ടിലുള്ള എയർ ഈ വിസിലിൽ കൂടെ പുറത്തേക്ക് എസ്കേപ്പ് ആകുമ്പോൾ സൗണ്ട് വരും. അപ്പം ഈ എക്സ്പെരിമെൻറ്റിൽ സംഭവിക്കുന്ന 2 കാര്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ആറാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, വിസിറ്റ് എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആൻഡ് എ വിൻഡ് മിൽ ഫീൽഡ്. നമുക്ക് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്താണെന്ന് നോക്കാം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഡാം സൈറ്റാണ്. കണ്ടോ, ഇവിടെ റിസർവോയർ, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം, ഇത് ഡാം, അതിൻ്റെ ഇപ്പുറത്ത് പവർ സ്റ്റേഷൻ. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇവിടെ റിസർവോയർ, ഇത് ഡാം, ഇത് പവർ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് ഈ റിസർവോയറിന് വെള്ളം വളരെ ഫോഴ്സിൽ ഒരു വഴിക്ക് ഇങ്ങോട്ടേക്ക് വരും.
അപ്പോൾ ഇവിടെ ഒരു ടർബൈനും അതിലൊരു ജനറേറ്ററും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ടർബൈൻ വളരെ സ്പീഡിൽ കറങ്ങും. വളരെ സ്പീഡിൽ കറങ്ങുമ്പോൾ ജനറേറ്ററിൻ്റെ സഹായത്തോടു കൂടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അത് ട്രാൻസ്ഫോമറിൽ സേവ് ചെയ്തിട്ട് നമുക്ക് പവർ ലൈനിലേക്ക് സപ്ലൈ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള വെള്ളം അടുത്ത പുഴയിലേക്ക് ഒഴുകിപ്പോകും. അപ്പോൾ ഇവിടെ 6ാമത്തെ പോയിന്റിൽ വിൻമില്ലും കൂടെ വിസിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, വിൻമിൽ ഫീൽഡ്. ഓക്കെ, നമുക്ക് ആ വിൻമിൽ ഫീൽഡിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം. ഇവിടെ വിൻമിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കാണാൻ ഇതുപോലെ ഇരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിലെ പിക്ചർ തന്നെയാണിത്. കുറേ വിൻമിൽസ് ഇങ്ങനെ നിശ്ചിത ദൂരത്തിൽ വളരെ ഉയർന്ന കാറ്റ് പിടിക്കുന്ന നല്ലോണം കാറ്റുള്ള സ്ഥലത്തായിരിക്കും ഇത് വെച്ചിട്ടുണ്ടാവുക. ഇതിൻ്റെ പ്രവർത്തനം ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. കാറ്റ് ഈ വിൻമില്ലിൻ്റെ എതിരെ ഇങ്ങനെ അടിക്കുമ്പോൾ ഈ ലീവ്സ് നല്ല സ്പീഡിൽ കറങ്ങാൻ തുടങ്ങും. ഈ ലീഫ് കറങ്ങാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഉള്ളിൽ ജനറേറ്ററിൻ്റെ സഹായത്തോടു കൂടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് പവർ കേബിൾ വഴി ഈ ടവറിന് താഴോട്ട് വന്നിട്ട് ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യും. ട്രാൻസ്ഫോമറിൽ നിന്നാണ് അത് മെയിൻ ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കൊക്കെ സപ്ലൈ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ചുരുക്കം പ്രവർത്തനം. അപ്പോൾ നിങ്ങളൊരു ഫീൽഡ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരവിടുന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞുതരും. അടുത്ത പോയിന്റ് 7ാമത്തത് മേക്ക് എ വാട്ടർ വീൽ, കാറ്റാടി എക്സെട്ര. അപ്പോൾ ഇത് നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ വീലും കാറ്റാടി ഉണ്ടാക്കണം. അപ്പോൾ അതിനു മുമ്പേ ഈ വാട്ടർ വീല് എന്താണെന്ന് ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് അതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു വാട്ടർ വീലിൻ്റെ പ്രവർത്തന വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാം. താഴത്തുള്ള ഒരു തടാകത്തുനിന്ന് ഈ വീല് കറങ്ങുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം കോരി 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 ഇവിടെ ഒരു ചാല് പോലത്തേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു സ്ഥലത്തേക്ക് ആവശ്യത്തിന് അങ്ങനെ പോകും. ചിലപ്പോൾ വയലിലേക്കായിരിക്കും, അല്ലെങ്കിൽ വല്ല പശുക്കളുടെ ആലയിലേക്കായിരിക്കും, കുടിക്കാനുള്ള വെള്ളമായിരിക്കും. ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ആ വീലിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കോരി കോരി എടുത്തുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും. പേജ് 76, 77 ഇവിടെ 2 എക്സ്പെരിമെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഒന്ന് ബലൂൺ ബോട്ട്, രണ്ടാമത്തത് ബലൂൺ റോക്കറ്റ്. പിന്നെ അവിടെ ഒരു ചോദ്യമുണ്ട്, ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ ബലൂൺ മൂവ് ആൻഡ് വൈ. അപ്പോൾ ഏത് ഡയറക്ഷനാണ് ഈ ബലൂൺസ് മൂവ് ചെയ്യുന്നത്, എന്തുകൊണ്ട്? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബലൂണിൽ കാറ്റ് നിറച്ചിട്ടുണ്ട്. ആ കാറ്റ് പുറത്തേക്ക് വളരെ ശക്തിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് നീങ്ങുന്നുണ്ട്. ഈ റോക്കറ്റിലും അത് തന്നെയാണ്. ബലൂണിൽ നിറച്ച കാറ്റ് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ വളരെ ശക്തിയായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ ബലൂൺ നീങ്ങുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് ഭാഗത്തേക്കാണോ ആക്ഷൻ നടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് റിയാക്ഷൻ നടക്കും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മൾ വിഷുവിനൊക്കെ സമയത്ത് നമ്മൾ കത്തിച്ച് കളിക്കുന്ന റോക്കറ്റ്സിന് വളരെ ശക്തിയോടുകൂടെ ആ ഫയർ വർക്ക്സിൽ ഫയർ പിന്നോട്ട് വരുമ്പോൾ ആ റോക്കറ്റ് മുന്നോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി. പേജ് 74 ഫൈൻഡ് ഔട്ട് അതർ ലിക്വിഡ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ കോമൺ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് ഉള്ള ലിക്വിഡ്സ് അല്ലാതെ വേറെ ലിക്വിഡ്സൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റുമായിരിക്കും. പക്ഷേ കോമൺ പ്രോപ്പർട്ടീസ് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? വോളിയം. ലിക്വിഡ്സ് ഹാവ് എ ഫിക്സഡ് വോളിയം ബട്ട് നോ ഫിക്സഡ് ഷേപ്പ്. ഒരു ഫിക്സഡ് വോളിയം ഉണ്ടാവും, അളവ് കിട്ടും, പക്ഷേ ഷേപ്പില്ല. പിന്നെ എന്താണ് ലിക്വിഡ്സ് ടേക്ക് ഷേപ്പ് ഓഫ് ദെയർ കണ്ടെയ്നർ. അപ്പോൾ എങ്ങനത്തെ ഷേപ്പ് ഉണ്ടാവുക? അത് ഏത് കണ്ടെയ്നറിൽ ഒഴിക്കുന്നു ആ ഷേപ്പ് എടുക്കും അത്. പിന്നെ ഡെൻസിറ്റി എന്ന് പറയുന്നുണ്ട്. സം ലിക്വിഡ്സ് ആർ ഡെൻസർ ദൻ അതേഴ്സ് ബട്ട് ഓൾ ലിക്വിഡ്സ് ആർ ലെസ് ഡെൻസ് ദൻ സോളിഡ്സ് ആൻഡ് ഡെൻസർ ദൻ ഗ്യാസസ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. സോളിഡ്സിനെക്കാട്ടും ഡെൻസിറ്റി കുറവാണ്. അതേസമയത്ത് ഗ്യാസിനെ സംബന്ധിച്ച് നോക്കും ഡെൻസിറ്റി കുറച്ച് കൂടുതലാണ്. പിന്നെ വിസ്കോസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അതിൻ്റെ കൊഴുപ്പ്, തിക്നെസ്. അതായത് നമ്മൾ ഇപ്പം വെള്ളത്തിനെക്കാട്ടും തിക്കായിരിക്കും ഓയിൽ. ഈ ഓയിൽ തന്നെ പല വാരി തിക്നെസ്സുള്ള ഓയിൽസും ഉണ്ട്. അപ്പം അതാണ് വ്യത്യാസം, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പം വെള്ളം ഒരു സ്ഥലത്ത് ഒഴുക്കിയാൽ ഒഴുകുന്നതിനെക്കാട്ടും സ്ലോ ആയിട്ടേ ഓയിൽ ഒഴുകുള്ളൂ. അപ്പോൾ എന്താ കാരണം? അതിൻ്റെ തിക്നെസ്സിന് വ്യത്യാസമുണ്ട്. അതിനാണ് ആ തിക്നെസ്സിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുക. പിന്നെ മൂവ്മെൻറ്റ്. ലിക്വിഡ്സ് മൂവ് ഫ്രം ഹയർ ടു ലോവർ പ്ലെയിൻസ്. അപ്പം ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴോട്ട് ആണ് അത് എപ്പോഴും ഒഴുകുക. അപ്പോൾ ഇതൊക്കെയാണ് ചില പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്. പേജ് 77 ഇവിടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ബലൂൺ ഡോൾസ് എടുക്കുക, പല ഷേപ്പിലുള്ള ബലൂൺസ് എടുക്കുക, എന്നിട്ട് അതിന് എയർ ഫില്ല് ചെയ്യുക, ആൻഡ് ദെൻ റിലീസ് ദ എയർ. വാട്ട് ഹാപ്പൻസ്? വൈ ഡസ് ദിസ് ഹാപ്പൻ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ്, എന്താ സംഭവിക്കുക? ദ ബലൂൺ ലൂസസ് ഇറ്റ് ഷേപ്പ്. അതായത് എയർ പോയാൽ ആ ബലൂണിന് ഇപ്പം ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന ഷേപ്പ് അങ്ങോട്ട് പോകും. എന്തുകൊണ്ടാണ്? വൈ ഡസ് ദിസ് ഹാപ്പൻ? ദിസ് ഹാപ്പൻസ് ബിക്കോസ് ദ എയർ ഫിൽഡ് വാസ് റിലീസ്ഡ്. ഇതിൻ്റെ അകത്ത് നിറച്ചിരുന്ന എയർ
റിലീസ് ചെയ്ത് കളഞ്ഞപ്പോൾ അതിൻ്റെ ഷേപ്പ് അങ്ങോട്ട് പോയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീസൺസ്. പേജ് 81 ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്, റൈറ്റ് ദം ഡൗൺ. അവിടെ ഒരു പോയിന്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ചില പോയിന്റ്സ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്, റൈറ്റ് ദം ഡൗൺ. പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് ആർ, എ ഗ്യാസ് ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ഓർ വോളിയം ഓഫ് ഇറ്റ്സ് ഓൺ. ഒരു ഗ്യാസിന് പ്രത്യേക ഷേപ്പില്ല, അതിന് പ്രത്യേക അളവുമില്ല. എ ഗ്യാസ് ഹാസ് നോ സർഫസ് ഓഫ് ഇറ്റ്സ് ഓൺ, അതായത് അതിനൊരു പ്രതലമില്ല. എ ഗ്യാസ് ഈസ് നോട്ട് റിജിഡ് ആൻഡ് ഈസ് ഈസിലി കംപ്രസ്ഡ്, അത് അത്ര റിജിഡ് അല്ല, അപ്പം പെട്ടെന്ന് കംപ്രസ് ചെയ്ത് ഒരു ചെറിയ ബോട്ടിലേക്കൊക്കെ കംപ്രസ് ചെയ്ത് നിറയ്ക്കാൻ പറ്റും. എ ഗ്യാസ് ക്യാൻ ഡിഫ്യൂസ് ഇൻ ടു അനദർ ഗ്യാസസ്, വേറെ രണ്ട് ഗ്യാസുകൾ തമ്മിൽ വേഗം മിക്സ് ചെയ്യാൻ പറ്റും. എ ഗ്യാസ് ഓൺ കൂളിംഗ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്, അപ്പം ഗ്യാസിനെ കൂൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. എ ഗ്യാസ് ക്യാൻ ഫ്ലോ ഇൻ ഓൾ ഡയറക്ഷൻസ്, ഏത് ഡയറക്ഷനിലും വേണമെങ്കിലും നമുക്ക് ഗ്യാസിനെ വിടാം, ഗ്യാസിനെ ഒഴുക്കി വിടാം, ഒരു കുഴലിൽ കൂടെ ഒഴുക്കി വിടാം, തുറന്ന് വിടാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ടെക്സ്റ്റിൽ പറയാത്ത ചില പോയിന്റ്സ്. ഇവിടെ 7th പോയിന്റ്, മേക്ക് എ വാട്ടർ വീൽ, കാറ്റാടി എക്സെട്ര. അപ്പോൾ നമ്മളോട് ഒരു വാട്ടർ വീലും ഒരു കാറ്റാടിയും ഒക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഐഡിയ ഞാൻ തരാം. ഇവിടെ കണ്ടോ, മേക്കിംഗ് എ വാട്ടർ വീൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ ടെക്സ്റ്റിൽ കാണിച്ച പോലെ തന്നെ ടോയിൻ്റെ വീലാണിത്, പിന്നെ പ്ലാസ്റ്റിക് സ്പൂണാണ്. അപ്പോൾ 2 ടോയിൻ്റെ വീൽ എടുത്തിട്ട് പ്ലാസ്റ്റിക് സ്പൂൺ അതിൻ്റെ ഗ്യാപ്പിൽ നീറ്റായിട്ട് ഫിക്സ് ചെയ്യുക. പിന്നെ അതിന് സെൻട്രൽ ഒരു സ്റ്റെം ഉണ്ടാകും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, കുറച്ച് കട്ടിയുള്ള തെർമോക്കോൾ എടുത്ത് റൗണ്ടിൽ കട്ട് ചെയ്യുക. തെർമോക്കോൾ എടുത്ത് റൗണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രലിൽ കൂടെ ഒരു പെൻസിൽ പാസ് ചെയ്യുക. നല്ല റൗണ്ട് പെൻസിലായിരിക്കണം, അതിൻ്റെ ഇങ്ങനെ ചെത്തായിട്ട് ഉണ്ടാവാൻ പാടില്ല, സ്മൂത്ത് റൗണ്ട് ആയിട്ടുള്ള പെൻസിൽ ഉണ്ടായിട്ട്. എന്നിട്ട് അതിൽ ഇങ്ങനെ സ്പൂൺസ് നീറ്റായിട്ട് കുത്തി നിർത്തുക. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലാസ് ഒരു പാത്രത്തിൻ്റെ മേലെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ലേശം വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഇവിടുന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ നല്ല നീറ്റായിട്ട് കറങ്ങും. അതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ചെയ്യാൻ. പിന്നെ കാറ്റാടി പേപ്പർ കൊണ്ട് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അറിയാവുന്ന കാര്യമാണ്. ഓക്കെ സ്റ്റുഡൻസ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എക്സ്പ്ലനേഷൻ പൂർണ്ണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. സോ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. All the best.